നമസ്കാരം സുഹൃത്തുക്കളെ. കേരള PSC പരീക്ഷാ പരിശീലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള നവോത്ഥാന നായകരിൽ ഏറ്റവും പ്രധാനിയായ ശ്രീ നാരായണ ഗുരുവിനെക്കുറിച്ച് പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കാറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. വീഡിയോ അവസാനം വരെ കാണുക, പരീക്ഷയ്ക്ക് തീർച്ചയായും. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. ശ്രീ നാരായണ ഗുരു എവിടെയാണ് ജനിച്ചത്? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിൽ. ചോദ്യം 2. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടന്ന വർഷം ഏതാണ്? ഉത്തരം 1888. ചോദ്യം 3. ശ്രീ നാരായണ ഗുരുവിന്റെ പ്രധാന അദ്വൈത ദർശനം ഏത് ആശ്രമത്തിലൂടെയാണ് പ്രചരിപ്പിച്ചത്? ഉത്തരം ആലുവ അദ്വൈതാശ്രമം. ചോദ്യം 4. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് ഉദ്ഘോഷിച്ചത് ആര്? ഉത്തരം ശ്രീ നാരായണ ഗുരു. ചോദ്യം 5. SNDP ഒഗേർ യോഗം സ്ഥാപിതമായ വർഷം ഏത്? ഉത്തരം 1903. ചോദ്യം 6. SNDP യോഗത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? ഉത്തരം കുമാരനാശാൻ. ചോദ്യം 7. ശ്രീ നാരായണ ഗുരുവിനെ സന്ദർശിച്ച പ്രശസ്തനായ വിദേശ കവി ആര്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ, 1922 ശിവഗിരിയിൽ വെച്ച്. ചോദ്യം 8. ഗാന്ധിജി ശ്രീ നാരായണ ഗുരുവിനെ സന്ദർശിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 1925 വർക്കലയിൽ വെച്ച്. ചോദ്യം 9. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ഉത്തരം ശ്രീ നാരായണ ഗുരു. ചോദ്യം 10. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, ഇത് ആരുടെ വചനമാണ്? ഉത്തരം ശ്രീ നാരായണ ഗുരു. ചോദ്യം 11. ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ പ്രശസ്തമായ സ്ഥലം ഏത്? ഉത്തരം കളവൻകോട്, ചേർത്തല. ചോദ്യം 12. ശ്രീ നാരായണ ഗുരു സമാധിയായ വർഷം ഏത്? ഉത്തരം 1928 സെപ്റ്റംബർ 20. ചോദ്യം 13. സംഘടിച്ചു ശക്തരാകുവിൻ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന ആഹ്വാനം ചെയ്തതാര്? ഉത്തരം ശ്രീ നാരായണ ഗുരു. ചോദ്യം 14. ശിവഗിരി ശാരദാമഠം ഗുരു പ്രതിഷ്ഠിച്ച വർഷം ഏത്? ഉത്തരം 1912. ചോദ്യം 15. ശ്രീ നാരായണ ഗുരുവിന്റെ പ്രധാന കൃതികളിൽ ഒന്നായ ആത്മവിലാപം എന്തിനെക്കുറിച്ചാണ്? ഉത്തരം ജാതി വ്യവസ്ഥയ്ക്കെതിരെയുള്ള പ്രതിഷേധം. ചോദ്യം 16. ശ്രീ നാരായണ ഗുരുവിനെ ദ്വിതീയ ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം G. ശങ്കരക്കുറുപ്പ്. ചോദ്യം 17. ഗുരുവിന്റെ ദൈവദശകം എന്ന കൃതി ഏത് ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്? ഉത്തരം മലയാളം. ചോദ്യം 18. ശ്രീ നാരായണ ഗുരുവിന്റെ അവസാനത്തെ പ്രതിഷ്ഠ ഏതാണ്? ഉത്തരം കൊടൈക്കനാലിലെ പ്രതിഷ്ഠ. ചോദ്യം 19. ശ്രീ നാരായണ ഗുരുവിനെ അറിവിന്റെ പ്രകാശം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം കുമാരനാശാൻ. ചോദ്യം 20. അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അപരനും സുഖത്തിനായി വരയണം, ഈ വരികൾ ആരുടേതാണ്? ഉത്തരം ശ്രീ നാരായണ ഗുരു, ആത്മോപദേശ ശതകം. ചോദ്യം 21. ശ്രീ നാരായണ ഗുരുവിനെ സന്ദർശിച്ചപ്പോൾ ടാഗോർ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് എങ്ങനെ? ഉത്തരം അദ്വിതീയമായ ഒരു ജ്ഞാനി. ചോദ്യം 22. ഗുരു സ്ഥാപിച്ച ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കമിട്ടത് ഏതു വർഷമാണ്? ഉത്തരം 1933 ഗുരുവിന്റെ സമാധിക്ക് ശേഷം. ചോദ്യം 23. ശ്രീ നാരായണ ഗുരുവിന്റെ ഏത് കൃതിയിലാണ് ജാതിലക്ഷണങ്ങൾ വിവരിക്കുന്നത്? ഉത്തരം ജാതിലക്ഷണം. ചോദ്യം 24. തിരുവിതാംകൂർ നിയമസഭയിൽ അംഗമായ ആദ്യത്തെ ശ്രീ നാരായണീയൻ ആര്? ഉത്തരം കുമാരനാശാൻ. ചോദ്യം 25. ഗുരുവിന്റെ ശിഷ്യന്മാരിൽ വെച്ച് വിവർത്തകനായി അറിയപ്പെടുന്നത് ആര്? ഉത്തരം നടരാജ ഗുരു. ചോദ്യം 26. ശ്രീ നാരായണ ഗുരുവിന്റെ ആദ്യത്തെ ശിഷ്യൻ ആര്? ഉത്തരം ശിവലിംഗദാസ സ്വാമികൾ. ചോദ്യം 27. ശ്രീ നാരായണ ഗുരുവിനെ കേരളത്തിന്റെ ഗാന്ധി എന്ന് വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും പ്രധാനമായും അദ്ദേഹം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം കേരള നവോത്ഥാനത്തിന്റെ പിതാവ്. ചോദ്യം 28. ഗുരുവിന്റെ പ്രശസ്തമായ അനുകമ്പാദശകം ഏത് വിഷയത്തെക്കുറിച്ചാണ്? ഉത്തരം ദയ അനുകമ്പ. ചോദ്യം 29. മദ്യത്തിനെതിരെ ഗുരു നടത്തിയ പ്രസംഗങ്ങളിൽ ഏറ്റവും പ്രശസ്തമായ വാചകം ഏത്? ഉത്തരം മദ്യം വിഷമാണ്. ചോദ്യം 30. വർക്കലയിലെ ശിവഗിരി മഠം സ്ഥിതി ചെയ്യുന്നത് ഏത് കുന്നിൻ മുകളിലാണ്? ഉത്തരം പുന്നത്തുകുന്നിൽ. ചോദ്യം 31. ശ്രീ നാരായണ ഗുരുവിനെ യഥാർത്ഥ വിപ്ലവകാരി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം C.R. ദാസ്. ചോദ്യം 32. ഗുരുവിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയായ ഹൈദ്രോസ് ദൈവദശകം ഏതു ഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട്? ഉത്തരം പല പാശ്ചാത്യ ഭാഷകളിലേക്ക്, പ്രത്യേകിച്ച് ഇംഗ്ലീഷിലേക്ക്. ചോദ്യം 33. SNDP യോഗത്തിന്റെ മുഖപത്രമായ വിവേകോദയം ആരംഭിച്ചത് ഏതു വർഷമാണ്?
ഉത്തരം 1904. ചോദ്യം 34. ശ്രീനാരായണ ഗുരു തമിഴിൽ രചിച്ച പ്രധാന കൃതി ഏതാണ്? ഉത്തരം തേവാരപതികങ്ങൾ. ചോദ്യം 35. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാമതൊരു ശങ്കരൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം C.F. ആൻഡ്രൂസ്. ചോദ്യം 36. ഗുരുവിന്റെ പ്രശസ്തമായ ആത്മോപദേശ ശതകം എന്ന കൃതിയിൽ എത്ര ശ്ലോകങ്ങളാണുള്ളത്? ഉത്തരം 100 ശ്ലോകങ്ങൾ. ചോദ്യം 37. ശ്രീനാരായണ ഗുരുവിനായി സമർപ്പിച്ച ശ്രീനാരായണ വിജയം എന്ന കാവ്യം രചിച്ചത് ആര്? ഉത്തരം കുമാരനാശാൻ. ചോദ്യം 38. താലികെട്ട് കല്യാണം, പുലയാട്ട് തുടങ്ങിയ അനാചാരങ്ങൾക്കെതിരെ ഗുരുശക്തമായി നിലകൊണ്ടത് എവിടെ വെച്ചാണ്? ഉത്തരം അരുവിപ്പുറത്ത്. ചോദ്യം 39. ഗുരുവിനെ സന്ദർശിച്ച രവീന്ദ്രനാഥ ടാഗോർ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം ഏത്? ഉത്തരം 1922 നവംബർ. ചോദ്യം 40. മനുഷ്യന്റെ ജാതി മനുഷ്യനാണ് എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആര്? ഉത്തരം ശ്രീനാരായണ ഗുരു. ചോദ്യം 41. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച സന്യാസിനി സംഘം അറിയപ്പെടുന്നത് എങ്ങനെ? ഉത്തരം ധർമ്മസംഘം. ചോദ്യം 42. ഗുരുവിന്റെ കൃതികളിൽ വെച്ച് ഏറ്റവും പ്രശസ്തമായ പ്രാർത്ഥനാഗീതം ഏതാണ്? ഉത്തരം ദൈവദശകം. ചോദ്യം 43. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ പ്രതിഷ്ഠയായ അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ഉപയോഗിച്ച വിഗ്രഹം ഏതാണ്? ഉത്തരം ശിവലിംഗം, നെയ്യാറിൽ നിന്ന് ലഭിച്ചത്. ചോദ്യം 44. ഗുരുവിന്റെ ഏത് കൃതിയാണ് തത്വശാസ്ത്രപരമായ ഗഹനതയ്ക്ക് പേര് കേട്ടത്? ഉത്തരം ദർശനമാല. ചോദ്യം 45. ശ്രീനാരായണ ഗുരുവിനെ ഇന്ത്യയുടെ വലിയൊരു യോഗി എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം മഹാത്മാഗാന്ധിജി. സുഹൃത്തുക്കളെ, ഇതുപോലെയുള്ള PSC അപ്ഡേറ്റുകളും ക്ലാസുകളും മുടങ്ങാതെ ലഭിക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് നൽകി സപ്പോർട്ട് ചെയ്യുമല്ലോ. ചോദ്യം 46. ശ്രീനാരായണ ഗുരുവിനെ ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം C.V. കുഞ്ഞുരാമൻ. ചോദ്യം 47. ഗുരുവിനെ സന്ദർശിച്ച ശേഷം ഗാന്ധിജി വർക്കലയിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ ഗുരുവിനെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്തത്? ഉത്തരം മഹാത്മാ എന്ന്. ചോദ്യം 48. ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന ശിഷ്യന്മാരിൽ ഒരാളായ നടരാജ ഗുരു സ്ഥാപിച്ച പ്രസ്ഥാനം ഏത്? ഉത്തരം നാരായണ ഗുരുകുലം. ചോദ്യം 49. വിഷയം എന്ന കൃതിയുടെ രചയിതാവ് ആര്? ഉത്തരം ശ്രീനാരായണ ഗുരു. ചോദ്യം 50. ശ്രീനാരായണ ഗുരുവിന്റെ സമാധിക്ക് ശേഷം ശിവഗിരിയിൽ നടന്ന ആദ്യത്തെ ശിവഗിരി തീർത്ഥാടനം നടന്ന വർഷം? ഉത്തരം 1933. ചോദ്യം 51. ഗുരുവിനെ സന്ദർശിച്ചപ്പോൾ ടാഗോർ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ പ്രശസ്തമായ വാചകം എന്ത്? ഉത്തരം ഇത്രയും ഉയർന്ന ആത്മീയതയുള്ള ഒരാളെ ഞാൻ ലോകത്ത് ഒരിടത്തും കണ്ടിട്ടില്ല. ചോദ്യം 52. ശ്രീനാരായണ ഗുരുവിന്റെ ഏത് കൃതിയിലാണ് മതങ്ങൾ പലതായാലും സാരം ഒന്ന് എന്ന് ഉപദേശിക്കുന്നത്? ഉത്തരം മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന വരികൾ ഉദ്ധരിക്കുന്ന സന്ദർഭങ്ങളിൽ. ചോദ്യം 53. ശ്രീനാരായണ ഗുരുവിന്റെ സമാധിദിനം ഏത് ദിവസമാണ്? ഉത്തരം ചിങ്ങമാസത്തിലെ ചതയം നക്ഷത്രം. ചോദ്യം 54. ഗുരു നടത്തിയ സർവമത സമ്മേളനം നടന്ന സ്ഥലം ഏത്? ഉത്തരം ആലുവ 1924. ചോദ്യം 55. ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായിരുന്ന ബോധാനന്ദ സ്വാമികളുടെ യഥാർത്ഥ നാമം എന്താണ്? ഉത്തരം കാർത്യായനി അമ്മ, പിന്നീട് ബോധാനന്ദൻ. ചോദ്യം 56. നിർവൃതി പഞ്ചകം എന്ന കൃതിയുടെ രചയിതാവ് ആര്? ഉത്തരം ശ്രീനാരായണ ഗുരു. ചോദ്യം 57. ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുമ്പോൾ അവിടെയുണ്ടായിരുന്ന പ്രധാന ശിഷ്യൻ ആര്? ഉത്തരം അയ്യപ്പൻ, പിന്നീട് ശിവലിംഗദാസ സ്വാമികൾ. ചോദ്യം 58. ശ്രീനാരായണ ഗുരുവിനെ ആധുനിക കേരളത്തിന്റെ പിതാവായി കണക്കാക്കാൻ കാരണം? ഉത്തരം കേരളത്തിലെ ജാതിവ്യവസ്ഥയും അനാചാരങ്ങളെയും വേരോടെ പിഴുതെറിയാൻ നേതൃത്വം നൽകിയതുകൊണ്ട്. ചോദ്യം 59. ഗുരുവിന്റെ കൃതിയായ ജനിവിദ്യ എന്തിനെക്കുറിച്ചാണ്? ഉത്തരം ജനനത്തെയും മരണത്തെയും കുറിച്ചുള്ള ദാർശനിക ചിന്തകൾ. ചോദ്യം 60. ശ്രീനാരായണ ഗുരുവിനെതിരെ പ്രവർത്തിച്ച യാഥാസ്ഥിതിക വിഭാഗങ്ങളെ എതിർക്കാൻ അദ്ദേഹം ഉപയോഗിച്ച ആയുധം എന്തായിരുന്നു? ഉത്തരം അഹിംസയും അറിവും വിദ്യ. ചോദ്യം 61. ശ്രീനാരായണ ഗുരുവിനെ നവോത്ഥാനത്തിന്റെ സൂര്യൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം കുമാരനാശാൻ. ചോദ്യം 62. അദ്വൈത ദീപിക എന്ന കൃതി രചിച്ചതാര്? ഉത്തരം ശ്രീനാരായണ ഗുരു. ചോദ്യം 63. ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച ഗാന്ധിജി അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് എങ്ങനെയെല്ലാമാണ്? ഉത്തരം ജ്ഞാനിയും യോഗിയും എന്ന്. ചോദ്യം 64. ഗുരുവിനെ സന്ദർശിച്ച ആനി ബസന്റ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞതെന്ത്? ഉത്തരം ക്രിസ്തുവിന് തുല്യനായ വ്യക്തി. ചോദ്യം 65. പതിവ് എന്ന കൃതിയുടെ രചയിതാവ് ആര്? ഉത്തരം ശ്രീനാരായണ ഗുരു. ചോദ്യം 66. ശ്രീനാരായണ ഗുരു ശിവഗിരിയിൽ ശാരദാമഠം സ്ഥാപിച്ചത് ഏതു വർഷമാണ്? ഉത്തരം 1912. ചോദ്യം 67. ഗുരുവിന്റെ കൃതിയായ ശിവശതകം ഏത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുള്ളതാണ്? ഉത്തരം ശിവൻ. ചോദ്യം 68. ബ്രഹ്മവിദ്യ പഞ്ചകം എന്ന കൃതിയുടെ രചയിതാവ് ആര്? ഉത്തരം ശ്രീനാരായണ ഗുരു. ചോദ്യം 69. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ ഇംഗ്ലീഷ് ജീവചരിത്രം രചിച്ചത് ആര്? ഉത്തരം P. നടരാജൻ, നടരാജ ഗുരു. ചോദ്യം 70. ആത്മീയതയോടൊപ്പം സാമ്പത്തിക ഉന്നമനത്തിനും പ്രാധാന്യം നൽകിയ ഗുരുവിന്റെ സംഘടന ഏത്? ഉത്തരം SNDP ഭഗീവ യോഗം. ചോദ്യം 71. ഗുരുവിന്റെ വിനായകാഷ്ടകം എന്ന കൃതി ആരെ സ്തുതിച്ചുള്ളതാണ്?
ഉത്തരം ഗണപതിയെ. ചോദ്യം 72 ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് ഗുരുദേവൻ എന്ന് ആദ്യം വിളിച്ചത് ആര്? ഉത്തരം പി. പരമേശ്വരൻ. പല സ്രോതസ്സുകളിലും കുമാരനാശാൻ എന്നും കാണാറുണ്ട്. ചോദ്യം 73 ഗുരുവിന്റെ ജയന്തി ആഘോഷിക്കാൻ തുടങ്ങിയത് ഏതു വർഷം മുതലാണ്? ഉത്തരം 1928 ഗുരുവിന്റെ സമാധിക്ക് ശേഷമാണ് ഇത് വ്യാപകമായത്. ചോദ്യം 74 പിണ്ടനന്തി എന്ന കൃതി ആരുടേതാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. ചോദ്യം 75 ശ്രീനാരായണ ഗുരുവിനെ രണ്ടാമതൊരു ശങ്കരൻ എന്ന് വിശേഷിപ്പിച്ചത് സി. എഫ്. ആൻഡ്രൂസ് ആണെങ്കിൽ അദ്ദേഹത്തെ മഹാഗുരു എന്ന് വിളിച്ചത് ആരാണ്? ഉത്തരം ഡോ. പൽപു. ചോദ്യം 76 ശ്രീനാരായണ ഗുരുവിനെ ധ്യാനേശ്വരൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം മഹാകവി കുമാരനാശാൻ. ചോദ്യം 77 ദർശനമാലയിൽ എത്ര അധ്യായങ്ങളാണുള്ളത്? ഉത്തരം 10 അധ്യായങ്ങൾ. ചോദ്യം 78 ഗുരുവിന്റെ പ്രശസ്തമായ അനുകമ്പാദശകം എന്ന കൃതിയിൽ എത്ര ശ്ലോകങ്ങളാണുള്ളത്? ഉത്തരം 10 ശ്ലോകങ്ങൾ. ചോദ്യം 79 ശ്രീനാരായണ ഗുരു മധ്യവർച്ചനത്തിനായി രൂപീകരിച്ച സംഘടന ഏത്? ഉത്തരം മധ്യവർച്ചന സമിതി. ചോദ്യം 80 ഗുരുവിന്റെ ആത്മോപദേശ ശതകം എന്ന കൃതിയിൽ അദ്ദേഹം എന്തിനെക്കുറിച്ചാണ് പ്രധാനമായും പ്രതിപാദിക്കുന്നത്? ഉത്തരം ആത്മീയമായ ഉന്നമനവും ജീവിത ദർശനവും. ചോദ്യം 81 ശ്രീനാരായണ ഗുരുവിന്റെ സമാധിക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഭൗതികദേഹം എവിടെയാണ് സംസ്കരിച്ചത്? ഉത്തരം വർക്കല ശിവഗിരിയിൽ. ചോദ്യം 82 ഗുരുവിന്റെ പ്രധാനപ്പെട്ട കൃതികളിൽ ഒന്നായ വേദാന്ത സൂത്രം ഏത് ഭാഷയിലാണ്? ഉത്തരം സംസ്കൃതം. ചോദ്യം 83 ശ്രീനാരായണ ഗുരുവിനെ ഇന്ത്യൻ സംസ്കാരത്തിന്റെ പുനരുജ്ജീവനക്കാരൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം സി. പി. രാമസ്വാമി അയ്യർ. ചോദ്യം 84 ഗുരുവിന്റെ കൃതികളിൽ വെച്ച് ഏറ്റവും ലളിതമായ പ്രാർത്ഥന ഏതെന്ന് അറിയപ്പെടുന്നു? ഉത്തരം ദൈവദശകം. ചോദ്യം 85 1921 ഗുരു ആലുവയിൽ വെച്ച് ഏത് ഉച്ചകോടിയാണ് വിളിച്ചു ചേർത്തത്? ഉത്തരം സർവമത സമ്മേളനം. ചോദ്യം 86 കുണ്ടലിനി പാട്ട് എന്ന കൃതി ആരുടേതാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. ചോദ്യം 87 ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് പഠനം നടത്തിയ പ്രശസ്തനായ വിദേശി ആരാണ്? ഉത്തരം ജപ്പാനീസ് ചിന്തകനായ അസഗാമിയ. ഇദ്ദേഹം ഗുരുവിനെക്കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട്. ചോദ്യം 88 മന്ത്രം എന്ന കൃതിയുടെ രചയിതാവ് ആര്? ഉത്തരം ശ്രീനാരായണ ഗുരു. ചോദ്യം 89 ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യകാല ശിഷ്യന്മാരിൽ ഒരാളായ മൂലം തിരുനാൾ മഹാരാജാവിനെ കണ്ടുമുട്ടിയത് എവിടെ വെച്ചാണ്? ഉത്തരം വർക്കലയിൽ വെച്ച് ഗുരുവിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ മഹാരാജാവ് എത്തിയതായിരുന്നു. ചോദ്യം 90 ശ്രീനാരായണ ഗുരുവിന്റെ ദൈവദശകം എന്ന കൃതിക്ക് എത്ര ഭാഷകളിൽ വിവർത്തനം ലഭ്യമാണ്? ഉത്തരം ലോകത്തിലെ ഒട്ടുമിക്ക പ്രധാന ഭാഷകളിലും. ചോദ്യം 91 ശ്രീനാരായണ ഗുരുവിനെ ഏഷ്യയുടെ വെളിച്ചം ടമാനിയ കസ ആസിയ എന്ന് വിശേഷിപ്പിക്കാറുണ്ടോ? ഉത്തരം ഇല്ല. ഏഷ്യയുടെ വെളിച്ചം എന്നത് ഗൗതമ ബുദ്ധനെയാണ് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഗുരുവിനെ ദ്വിതീയ ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ചോദ്യം 92 ഹൈന്ദവീയത എന്ന കൃതി രചിച്ചതാര്? ഉത്തരം ശ്രീനാരായണ ഗുരു. ചോദ്യം 93 ഗുരുവിന്റെ ഏത് കൃതിയിലാണ് അറിവ് എന്നതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രതിപാദിച്ചിരിക്കുന്നത്? ഉത്തരം ആത്മോപദേശ ശതകം. ചോദ്യം 94 ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച മഠങ്ങളിലെ പ്രധാന ചിഹ്നം എന്താണ്? ഉത്തരം ധർമ്മചക്രം. ചോദ്യം 95 ഭദ്രാസനം എന്ന കൃതി ആരുടേതാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. ചോദ്യം 96 ഗുരുവിന്റെ ശിഷ്യന്മാരിൽ വെച്ച് ഏറ്റവും കൂടുതൽ കാലം ഗുരുവിനൊപ്പം ഉണ്ടായിരുന്നയാൾ ആര്? ഉത്തരം ശിവലിംഗദാസ സ്വാമികൾ. ചോദ്യം 97 ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് പി. പരമേശ്വരൻ എഴുതിയ പ്രശസ്തമായ പുസ്തകം ഏത്? ഉത്തരം ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിന്റെ പ്രവാചകൻ. ചോദ്യം 98 ഗുരുവിന്റെ ശിവശതകം എന്ന കൃതിയിലെ പ്രധാന വിഷയം എന്ത്? ഉത്തരം ഭക്തിയും തത്വചിന്തയും. ചോദ്യം 99 ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ സ്കൂൾ വിദ്യാലയം എവിടെയാണ് സ്ഥാപിച്ചത്? ഉത്തരം വർക്കലയിൽ. ചോദ്യം 100 മതം എന്ന വിഷയത്തിൽ ഗുരുവിന്റെ ഏറ്റവും പ്രശസ്തമായ പ്രഖ്യാപനം എന്താണ്? ഉത്തരം ഏതു മതമായാലും മനുഷ്യൻ നന്നായാൽ മതി. ചോദ്യം 101 ശ്രീനാരായണ ഗുരുവിനെ അദ്വിതീയൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ചോദ്യം 102 ആദിശങ്കരന്റെ പുനർജന്മം എന്ന് ഗുരുവിനെ വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം സി. എഫ്. ആൻഡ്രൂസ്. ചോദ്യം 103 ഗുരുവിന്റെ ദൈവദശകം എന്ന കൃതിക്ക് ലഭിച്ച അംഗീകാരം എന്താണ്? ഉത്തരം ഇത് ലോകത്തിലെ എല്ലാ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യാൻ യോഗ്യമായ പ്രാർത്ഥനാ ഗീതമായി കണക്കാക്കപ്പെടുന്നു. ചോദ്യം 104 ശ്രീനാരായണ ഗുരുവിന്റെ സമാധിയോടനുബന്ധിച്ച് കേരളത്തിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഉത്തരം ഉണ്ട്. ശ്രീനാരായണ ഗുരു സമാധി ദിവസം കേരളത്തിൽ സർക്കാർ പൊതു അവധിയാണ്. ചോദ്യം 105 ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മാധ്യമം ഏതാണ്? ഉത്തരം ശിവഗിരി പ്രസിദ്ധീകരണങ്ങൾ. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കൂടുതൽ ചോദ്യങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.